ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു മിസ്സസ് ക്രാഫ്റ്റി. അപ്പം നമുക്ക് ഓണമൊക്കെ ആയിട്ട് ഇതുപോലൊരു മുല്ലപ്പൂമാല വറുത്തെടുത്താലോ? നമ്മുടെ മുല്ലപ്പൂവില്ലാത്ത മുല്ലപ്പൂമാല. അപ്പോൾ അതിനായിട്ട് ആവശ്യം ഒരു ടിഷ്യൂ പേപ്പറാണ്. ടിഷ്യൂ പേപ്പർ എടുത്ത് ഹാഫാക്കിയിട്ട് ഫോൾഡ് ചെയ്യണം. ഇതുപോലെ ഈ ഹാഫാക്കിയതിനെ വീണ്ടും ഹാഫാക്കി കൊടുക്കണം. എന്നിട്ട് അതിനെ വീണ്ടും ഹാഫാക്കുക. എന്നിട്ട് ആ ഹാഫാക്കിനെ വീണ്ടും ഹാഫാക്കുക. അതായത് ഒരു 4 വട്ടം ഹാഫാക്കി മടക്കി കൊടുക്കുക. ഇതുപോലെ ഇതിന് ശേഷം 5th ടൈം നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ ഇതേപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്തതിന് ശേഷം ഞാൻ ചെയ്യുന്നത് പോലെ ഈ ഒരു ഷേപ്പിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് റഫായിട്ട് ജസ്റ്റ് ഒന്ന് സിസർ യൂസ് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്നത് ഒരുപാട് പെറ്റൽസ് ഒറ്റ പേപ്പറിൽ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് നിവർത്തി കൊടുക്കുക. ഇതിങ്ങനെ ഓരോന്നായിട്ട് വേറെ വേറെ എടുക്കാൻ പറ്റും. അങ്ങനെ ഓരോന്ന് എടുത്തതിന് ശേഷം ഇതേപോലെ ഫിംഗർ ടിപ്പിൽ ഒരു ഗ്രീൻ കളറാക്കിയിട്ട് ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് സെൻറ്ററിൽ ഇങ്ങനെ പിരിച്ചു കൊടുക്കുക. ഇതുപോലെ ഇങ്ങനെ പിരിച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് വിരൽ യൂസ് ചെയ്തിട്ട് ഒന്നുകൂടെ ഇങ്ങനെ നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക. ഈ ഒരു ഷേപ്പാണ് നമുക്ക് വേണ്ടത്. ഇതുപോലെ അങ്ങനെ ഒരുപാട് എണ്ണം ഉണ്ടാക്കിയെടുക്കണം. എനിക്ക് ക്ഷമ കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ ഇത്രയേ ഇപ്പം ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇത് ജസ്റ്റ് നമുക്കൊന്ന് സൂചി നൂല് യൂസ് ചെയ്തിട്ട് ഒന്ന് കോർത്ത് കൊടുക്കാം. ഒരുപാട് കോർത്ത് വരുമ്പോൾ നല്ല ഭംഗിയാണ്. ശരിക്കും മുല്ലപ്പൂമാല പോലെ തന്നെ തോന്നും. നമുക്കൊരു ചെറിയ ഫോട്ടോഷൂട്ടിനൊക്കെ ഇത് മതിയാവും. ഇനി ഒരു ജാസ്മിൻ്റെ സ്മെല്ലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കുറച്ചൊന്ന് വിട്ടിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മേലും ഒരു ജാസ്മിൻ പെർഫ്യൂമൊക്കെ അടിച്ചു കൊടുത്താൽ മതി. വല്ലാണ്ട് ടിഷ്യൂവിൻ്റെ മുകളിൽ അടിച്ചു കൊടുക്കണ്ട. ഗ്രീൻ കളറൊക്കെ ആകെ സ്പ്രെഡായി കൊള്ളാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ബൈ.